ഇനി നോക്കാം കാർഷിക വാർത്തകൾ. കാർഷിക വിപണിയിൽ സുഗന്ധവിളകൾക്ക് ശക്തമായ ഉണർവാണ് അനുഭവപ്പെടുന്നത്. കുരുമുളക്, റബ്ബർ, ജാതിക്ക തുടങ്ങിയവയ്ക്ക് ആവശ്യകതയും വിലയും ഒരേ സമയം ഉയർന്നിരിക്കുകയാണ്. ദേശീയ ആഗോള ഡിമാൻഡ് വർധന കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നു. കുരുമുളക് സംസ്കരണം വേഗത്തിൽ പൂർത്തിയാക്കി ഉയർന്ന വില കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ഉയർന്ന കാർഷിക ചിലവുകൾ തന്നെയാണ് ഒരു വിഭാഗം ചെറുകിട കർഷകരെ തുടക്കത്തിൽ തന്നെ വിൽപ്പനക്കാരാക്കുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹൈറേഞ്ച് മുളകിന് ക്ഷാമം വന്നതോടെ നിരക്ക് കൂടുതൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഉൽപ്പാദകർ. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില 69,900 രൂപയിൽ വ്യാപാരം നടന്നു. റബ്ബർ കർഷകരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഷീറ്റ് വില കിലോയ്ക്ക് 200 ഉയർന്നു. ഉൽപ്പാദകർ ഷീറ്റ് വിൽപ്പന നിയന്ത്രിച്ച് 4ാം ഗ്രേഡിനെ ഉയർത്തിയതോടെ ടയർ നിർമ്മാതാക്കളും ഇതര വ്യവസായികളും ചരക്ക് സംഭരിക്കാൻ താൽപ്പര്യം കാണിച്ചു. റബ്ബർ നിക്ഷേപകർ ഏഷ്യൻ അവധി വ്യാപാരത്തിൽ കാണിച്ച ഉത്സാഹം വിലക്കയറ്റത്തിന് വഴിതെളിച്ചു. ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ മാർച്ചിനു ശേഷം ആദ്യമായി കിലോ 360 യെന്നിലെത്തിയെങ്കിലും വ്യാപാര അന്ത്യം 355 യെന്നിലാണ്. ബാങ്കോക്കിൽ റബ്ബർ കിലോ 201 രൂപയായി ഉയർന്നു. ഉത്തരേന്ത്യൻ വ്യവസായികളും അറബ് രാജ്യങ്ങളും ജാതിക്ക സംഭരിക്കാൻ മത്സരിക്കുന്നു. മധ്യകേരളത്തിലെ വിപണികളിൽ ഡിമാൻഡിന് അനുസൃതമായി ചരക്കുവരവ് ഉയരുന്നില്ല. ജാതിക്ക തൊണ്ടൻ 330 രൂപ വരെ ഉയർന്നപ്പോൾ ജാതി പരിപ്പ് കിലോ 650 മുതൽ 680 രൂപ വരെ എത്തി. കറി മസാല വ്യവസായികൾക്കൊപ്പം ഔഷധ നിർമ്മാതാക്കളും ചരക്കിൽ താൽപ്പര്യം കാണിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കുരുമുളക് വിപണിയിൽ കൃത്രിമം നടക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നു. ഉൽപ്പാദനത്തിലെ വലിയ ഇടിവ് മുതലെടുത്ത് ഗുണനിലവാരമില്ലാത്ത കുരുമുളക് വിപണിയിൽ വ്യാപകമായി വിറ്റഴിക്കുകയാണെന്ന ആരോപണവുമായി കർഷകർ രംഗത്തെത്തി. കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും കർഷകർ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് കുരുമുളകിന്റെ ഉൽപ്പാദനം ഏകദേശം 40% കുറഞ്ഞെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഈ സാഹചര്യം മറയാക്കി സത്തെടുത്ത കുരുമുളക് ചണ്ടി ഗുണമേന്മയുള്ള കുരുമുളകിൽ കലർത്തി വൻകിട കച്ചവടക്കാർ വിപണിയിൽ വിൽക്കുന്നുണ്ടെന്നാണ് കർഷകരുടെ ആരോപണം. മുൻകൂട്ടി ഓർഡർ എടുത്ത വിതരണക്കാർക്ക് മതിയായ അളവിൽ കുരുമുളക് ലഭിക്കാത്തതിനെ തുടർന്ന് കയറ്റുമതിക്കുള്ള ചരക്കുകളിലും ചണ്ടി കലർത്തുന്ന പ്രവണത വർദ്ധിച്ചതായും കർഷകർ പറയുന്നു. ഇത് ഇന്ത്യൻ കുരുമുളകിന്റെ വിദേശ വിപണിയിലെ വിശ്വാസ്യതയെ ഗുരുതരമായി ബാധിക്കുന്നതിനൊപ്പം കർഷകർക്ക് ലഭിക്കേണ്ട ഉയർന്ന വില നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നാണ് പരാതി. കൊള്ളലാഭത്തിനായി കുരുമുളക് പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെയും മാനദണ്ഡങ്ങൾ ലംഘിച്ച് കയറ്റുമതി നടത്തുന്നവർക്കെതിരെയും കർശന പരിശോധനയും ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൾഫ് വിപണികളിലേക്ക് മിൽമയുടെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ എത്തുന്നു. വിദേശ വിപണി വിപുലീകരണത്തിന്റെ ഭാഗമായി കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമ ഫുഡ് ലിങ്ക്സ് ഫുഡ് ആൻഡ് ബിവറേജ് സൊല്യൂഷൻസുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. മിൽമ മാനേജിംഗ് ഡയറക്ടർ ആസിഫ് കെ യൂസഫും ഫുഡ് ലിങ്ക്ഡ് പങ്കാളി മുഹമ്മദ് ഷിബുവും തമ്മിലാണ് ധാരണാപത്രം ഒപ്പുവെച്ചത്. മിൽമ ചെയർമാൻ KS മണിയുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ധാരണാപത്രപ്രകാരം സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഒമാൻ എന്നീ 4 ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിൽമയുടെ പ്രീമിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യും. പ്രീമിയം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഫുഡ് ലിങ്ക്സ് ഏകോപിപ്പിക്കും. പ്രതിമാസം 20 ടൺ നെയ്യ് മിൽമയിൽ നിന്ന് വാങ്ങി ഈ രാജ്യങ്ങളിൽ വിപണനം ചെയ്യണമെന്നും ഇതിനു പുറമെ ഓരോ രാജ്യത്തും കുറഞ്ഞത് 5 ലക്ഷം രൂപ മൂല്യമുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്യുന്നു. വിദേശ വിപണികളിൽ മിൽമയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനും ബ്രാൻഡ് മൂല്യം ഉയർത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ എന്ന് ചെയർമാൻ KS മണി പറഞ്ഞു. ഗുണനിലവാര മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിയാണ് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുക. ആലപ്പുഴ പുന്നപ്രയിലെ മിൽമ സെൻട്രൽ പ്രോഡക്ട്സ് യൂണിറ്റിൽ നിന്നായിരിക്കും ഉൽപ്പന്നങ്ങളുടെ വിതരണം. കയറ്റുമതിക്കാവശ്യമായ അനുമതികൾ, ലോജിസ്റ്റിക്സ്, കസ്റ്റംസ് ക്ലിയറൻസ്, നിയമ നടപടികൾ എന്നിവ ഫുഡ് ലിങ്ക്സ് കൈകാര്യം ചെയ്യും. 1 വർഷത്തേക്കാണ് ധാരണാപത്രത്തിന്റെ കാലാവധി. ലക്ഷ്യങ്ങൾ വിലയിരുത്തിയ ശേഷം കരാർ നീട്ടാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ ഉയർന്നതോടെ ഉപഭോക്താക്കളും ചെറുകിട വ്യാപാരികളും പ്രതിസന്ധിയിൽ. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞതും ഉൽപ്പാദനം കുറച്ചതുമാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണം. സംസ്ഥാനത്ത് കോഴിയിറച്ചി വില കുത്തനെ ഉയർന്നതോടെ ഉപഭോക്താക്കളും വ്യാപാരികളും പ്രതിസന്ധിയിലായി. കെപ്കോയും കേരള ചിക്കനും കിലോയ്ക്ക് 240 മുതൽ 243 രൂപയ്ക്ക് ഇറച്ചി നൽകുമ്പോഴും തുറന്ന വിപണിയിൽ 280 മുതൽ 300 രൂപ വരെയാണ് വില. ക്രിസ്മസ് കാലത്തെ അപേക്ഷിച്ച് ബ്രോയിലർ കോഴിക്ക് കിലോയ്ക്ക് 140 രൂപ വരെ വില വർദ്ധിച്ചു. തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിവരവ് കുറഞ്ഞതും ഉൽപ്പാദനം കുറച്ചതുമാണ് വിലക്കയറ്റത്തിന് കാരണം. കോഴിയിറച്ചിക്ക് പിന്നാലെ മുട്ടവിലയും കുതിച്ചുയർന്നു.
5 രൂപയുണ്ടായിരുന്ന സാധാരണ മുട്ടയ്ക്ക് ഇപ്പോൾ 7.5 രൂപയാണ്. നാടൻ മുട്ടയുടെ വില 10 രൂപയിൽ നിന്ന് 12 മുതൽ 13 രൂപ വരെയായി. വില വർധന ഏറ്റവും വലിയ തിരിച്ചടിയായത് ഹോട്ടലുകൾക്കും കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുമാണ്. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചിത തുകയ്ക്ക് ഓർഡർ എടുത്തവർ വിലക്കയറ്റത്തിൽ വെട്ടിലായി. വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും സാധിക്കാത്ത സാഹചര്യമാണെന്ന് ഹോട്ടലുടമകൾ പറയുന്നു. വൻകിട കോഴിഫാം ലോബികളുടെ പൂഴ്ത്തിവയ്പ്പാണ് വിലവർദ്ധനവിന് പിന്നിലെന്നാരോപിച്ച് കേരള ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തി. ബ്രോയിലർ കോഴിയുടെ ഉപയോഗം കുറച്ച് വില കുറവുള്ള ലെഗോൺ വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്ന ആവശ്യവുമായി അസോസിയേഷൻ കത്തു നൽകിയിട്ടുണ്ട്. വിലയിൽ ഇളവുണ്ടായില്ലെങ്കിൽ ഈ ആഴ്ച മുതൽ കടയടപ്പ് സമരം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫൺ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 200, RSS 5 194, ലാറ്റക്സ് 128, ജാതിക്ക 350, ജാതിപത്രി 200, ഗ്രാമ്പു 895, അടയ്ക്ക 380, കാപ്പിക്കുരു 200, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 71,800, കുരുമുളക് അൺഗാർബിൾഡ് 69,800, ഏലയ്ക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 30,700, കൊപ്ര 18,850, ചുക്ക് 28,000.